ഹലോ, അനുപം ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ബർഗറും സാൻഡ്വിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അച്ഛനമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. സോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫണ്ണായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു യെല്ലോ ഷീറ്റ് എടുത്തിട്ട് അത് ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഞാൻ അതിനകത്ത് കുറച്ച് സീക്രട്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് ചുരുട്ടി അതിനകത്ത് ഇട്ടതിന് ശേഷം അത് കവർ ചെയ്തു. ഫസ്റ്റ് ഉണ്ടാക്കിയ ആ റെഡ് കളർ അടിച്ചിട്ടുള്ള ഇതിൻ്റെ കവറിൽ ഇതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറേ സീക്രട്സൊക്കെ എഴുതി വെച്ചിട്ട് അതിനകത്ത് ഇട്ട് വെച്ചു. ഇപ്പോൾ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ? സോ ഇനി രണ്ടാമതായിട്ട് ഞാനൊരു കാർഡാണ് ഉണ്ടാക്കിയത്. കാർഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്യൂട്ട് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇതേ ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ഒരു ഷീറ്റിനകത്ത് റെഡ് കളറ് കട്ട് ചെയ്തെടുത്തിട്ട് യെല്ലോ ഷീറ്റ്സ് ഇങ്ങനെ നേരെ വിട്ടിട്ട് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിന് കവർ ചെയ്യാൻ മുന്നായിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കവർ പേജ് പോലെ റെഡ് കളർ ഒട്ടിച്ചിട്ട് സെറ്റാക്കി. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തത് ഒരു ബർഗറാണ്. ബർഗർ എന്ന് പറയുമ്പോൾ കുറച്ച് ക്യൂട്ടായിട്ട് കോമിക് പോലെ ചെയ്തതാണ്. സോ അതിന് വേണ്ടിയിട്ട് പാർട്ടായിട്ട് ഇതുകളൊക്കെ വെട്ടിയെടുത്ത് കളർ അടിച്ചതിന് ശേഷം അതൊക്കെ ഒരു സ്ക്വയർ ഷീറ്റിനകത്തേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്യണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തു. അതിനകത്തേക്ക് ഞാനിങ്ങനെ കളർ അടിച്ചിട്ടുള്ള ഒരു റെഡ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു വേർഡ് എഴുതി അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തു. തേർഡ് ഉണ്ടാക്കിയത് ഒരു കാർഡാണ്. കാർഡെന്ന് പറയാൻ പറ്റില്ല, അതൊരു ട്രിക്കുള്ള സംഭവമാണ്. ഞാൻ മുന്നും ഒരു ബട്ടർഫ്ലൈൻ്റെ ഗിഫ്റ്റിൻ്റെ വീഡിയോയിൽ ഞാനിത് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒട്ടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്നാലേ നമ്മൾ ഈ ട്രിക്ക് വർക്കൗട്ട് ആവുള്ളൂ. പിന്നെയല്ല, ഇത് കാണിക്കുന്ന പോർഷനിൽ മാത്രമേ ഗമ്മ് തേക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ഗമ്മ് തേച്ചിട്ട് ഈ ചെറിയൊരു പേപ്പർ വലിയ ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിന് ബേസ് പോലെ ഇട്ട് ഒരു ഷീറ്റ് ബ്ലൂ കളറിൽ വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ സൈഡിൽ കുറച്ച് ക്യൂട്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളും ഞാൻ ഇതിനകത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി മുന്നേ കളർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബർഗറിൻ്റെ പാർട്സ് ആയിട്ട്. സോ അതെല്ലാം നമ്മൾ കറക്റ്റ് ഈ മടക്കുകൾ വരുന്നതിൽ കറക്റ്റ് അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലേ സംഭവം സെറ്റാണ്. നമുക്ക് ഇനി എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടാലോ? ഫസ്റ്റായിട്ട് എടുത്തത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അത് മാറ്റി വെച്ചു. ഫസ്റ്റ് നമുക്ക് കാർഡ് നോക്കാം. കാർഡ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ? എനിക്ക് പേഴ്സണലി കാർഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് പറയണേ. പിന്നെ നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, ഈ ഗിഫ്റ്റ് ഇതുപോലത്തെ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചെറിയ സർപ്രൈസസ് അല്ലേ ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ. സോ അവർ ഭയങ്കര ഹാപ്പിയാവും. സോ ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊന്നും ആർക്കും ഉണ്ടാക്കി കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നല്ല രസമല്ലേ? അതൊരു ഹാപ്പിനെസ് അല്ലേ? സോ തേർഡായിട്ട് ഉണ്ടാക്കിയ കാർഡായിരുന്നു എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്. കാരണം ഞാനിത് വർക്കൗട്ടാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഇത് വർക്കൗട്ടായി. എനിക്കെന്തോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലെ ഗിഫ്റ്റുകൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ. സോ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. സോ ഇത്രയും ഗിഫ്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഏതാ? കമൻറ്റിൽ പറയണേ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.